എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ആ രാജാ, റേഷനരിയാ? വെറുതെ അല്ല ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത്, ചാക്ക് കണക്കിനല്ലേ നിങ്ങളിങ്ങനെ വാങ്ങിപ്പോകുന്നത്. അയ്യോ, നിന്റെ നാവ് പുഴുത്തു പോട്ടെ. ഈ നാശം പിടിച്ചവന് ഇവിടെ ഉള്ള കാലത്തോളം ഈ നാട്ടിലെ കഷ്ടപ്പാട് തീരില്ല. അല്ല സുറാവി, ഈ പശു എങ്ങനുണ്ട്? കണ്ടിട്ടൊന്ന് പെറ്റതാന്നാ തോന്നണേ. നമ്മളതിനിവിടെ പെണ്ണ് കാണാൻ വന്നല്ലോ, പശു നോക്കാൻ വന്നല്ലേ, അപ്പൊ പെറ്റതാ നല്ലത്. വീരാനെ, ലാസ്റ്റ് എന്ത് വേണോ? നിങ്ങൾ ഉറപ്പിച്ചിങ് തന്നാളിന്ന് 2 നേരമായിട്ട് 10 ലിറ്റർ പാല്, ഒപ്പം പോരാത്തതിന് ഒരു കുട്ടിയും. എന്താ പോരെ? അപ്പൊ കുട്ടിക്കും കുടിക്കാൻ വേണ്ടി വരൂലേ 4 നേരം? പിന്നെ ബാക്കി എനിക്ക് എന്തുണ്ടാവും? ഇത്തരം മനുഷ്യപ്പറ്റില്ലാണ്ട് സംസാരിക്കല്ലേ ഗഫൂറെ. അച്ഛന്റെ പാല എന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല, കൊടുക്കണല്ലോ. കൊടുക്കാനിപ്പോ കയ്യോ? അല്ല, ഈ ഒന്ന് കുറച്ചു കൊടുത്താ ഞമ്മക്ക് കുട്ടിക്ക് പാല് കൊടുക്കേന്. എന്തേ ഈ കായ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണ്ട. ഒരു 15 അങ്ങ് ഉറപ്പിച്ചോളി. ഇതില് കുറയൂലേ? വേണേ മായിക്കോളി, ഇല്ലേ പോയിക്കോളി. എന്നാലും എന്റെ വീരാനെ കൊന്നാലും തരൂല. മതി ഇന്ന് പേശിയത്. ആ കായ് കൊടുത്തിട്ട് കയറിങ്ങോട്ട് വാങ്ങിക്കാം. അല്ലടി, പശു നമ്മൾ വാങ്ങി, ഇനിങ്ങനെ വീട്ടിലെത്തിക്കൂ. പശുവിന് 4 കാലുണ്ടല്ലോ, ഈ 2 കാല് ഞമ്മക്കും ഉണ്ട്. ഒരു 2 പരലോങ്ങല്ലേന്ന് ഞമ്മക്ക് ഇതിനെ പുല്ലും തീറ്റിച്ചിങ്ങാണ്ട് നടക്കാം. നടക്കലാണ് കുഴപ്പം. ആ കരിങ്കണ്ടൻ ദജ്ജാലിന്റെ വീട്ടിന് മുന്നിൽ കൂടിയല്ലേ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് വാങ്ങിയ നിന്റെ പയ്യി ഉയ്യിലാവും. പശുവിനെ കണ്ട അയാൾ എന്തെങ്കിലും പ്രാകും. പിന്നെ ആ നാക്കാലിന്റെ കാര്യം പോക്കാ. നമ്മൾ എന്താ ചെയ്യാ? ഒരു പണിണ്ട്, ഈയും പയ്യും ഇവിടേക്ക്, നമ്മളിപ്പോ വരാം. ഇബിലീസ് അവിടെ ഇല്ലാന്നാ തോന്നണേ. ഉണ്ട് മിണ്ടല്ല, ഈ അങ്ങോട്ട് നോക്കണ്ട. പടച്ചോനെ കാത്തോളേ. കണ്ടില്ലേ, തെരഞ്ഞെടുപ്പ് അടുത്തെന്നാ തോന്നുന്നത്. സ്ഥാനാർത്ഥികളെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാ. വോട്ട് പിടിക്കാനല്ല ഹിമാറെ, എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞമ്മള്. ഈ എന്റെ നാവും പണ്ടാറങ്ങിപ്പോട്ടെ. പരസ്യോനെ, ഞമ്മളെ കയ്യിലെ പേന കത്തിക്ക് ഇത്രയും ഊർച്ച ഉണ്ടായിനോ?